അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ വളക്കാപ്പിൻ്റെ അന്നത്തെ രാവിലെയാണ് കേട്ടോ. അന്നത്തെ ഒരു വീഡിയോ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അന്ന് ഇത് രാവിലെ എണിച്ചിട്ടുണ്ട്. ഒരു 7 മണിക്ക് മുന്നേ നീച്ചിട്ടുണ്ട് കേട്ടോ. കാരണം 10:30 ആകുമ്പോഴേക്കും കുറച്ച് ദിവസം ബന്ധക്കാരൊക്കെ വരുമല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെ എണ്ണിട്ടുണ്ട് വീട്ടിൽ വന്നിട്ട്. അപ്പോൾ ഇത് അച്ഛൻ രാവിലെ തന്നെ വിളക്കൊക്കെ കൊളത്തി ഇതേ ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുക്കളയിൽ ഇതേ അമ്മയും മാമി എന്ന് പറയുന്നത് നമ്മുടെ ആദർശിന്റെ മാമിയാണ് കേട്ടോ. കോഴിക്കോട്ട് നിന്ന് അവർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതേ രണ്ടുപേരും കൂടിയിട്ട് അടുക്കളയിൽ ഭയങ്കര പാചകത്തിലാണ് കേട്ടോ. അപ്പോൾ ദോശയും ഇഡ്ഡലിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വിൻഷാട്ടനും റോജസും നമ്മുടെ ആദർശമൊക്കെ ഇവിടെ ഹാളിലാട്ടൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. ഞാനും തേജുദേത് ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവരാരും എണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ മാത്രമേ എണിച്ചിട്ടുള്ളൂ. അതായത് ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമേ നീച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വിൻഷാട്ട് ഇതേ നീച്ച് കുളിച്ച് ഇതേ പുറപ്പെടുകയാണ് കേട്ടോ. അതായത് വിൻഷാട്ട് എണിച്ച വഴിക്ക് കുളിക്കും. പിന്നെ ഇതേ വാഴലൊക്കെ ഉണ്ടല്ലോ അത് ഇവിടെ സെറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ ആദർശമൊക്കെ കൂടിയിട്ട്. പിന്നെ അച്ഛതേ നമ്മുടെ തേജപ്പനെ എണിപ്പിക്കട്ടെ എനിക്കെന്നും പറഞ്ഞിട്ട്. അപ്പോൾ കുട്ടി ഉറക്കമപ്പിൽ അവിടെ നിന്ന് എണിട്ടിട്ട് നേരെ ആരുടെ എടുത്തത് ഇവിടെ വന്ന് കിടക്കട്ടെ ചെയ്തത്. ഇവിടെ അവരിങ്ങനെ പണിയില്ലല്ലോ പല ഹളം കേട്ടിട്ട്. അപ്പം അച്ഛൻ നീക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ അവനെ. അപ്പം അവനിങ്ങനെ ഉറക്കക്ഷീണല്ലേ, അതാണ് അവൻ ഇങ്ങനെ കിടന്ന് ഞെളിയണത്. പിന്നെ നമ്മുടെ വിഷ്ണുവേട്ടനും അതേട്ടെ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. ആ ക്ലോക്കിൽ ഇത് 8:10 എന്നൊക്കെ കാണാണ്ട് ടൈം. അപ്പം അവർ പിന്നെ 4 ആളും കൂടിയിട്ടായിട്ട് റെഡി ആക്കില്ല. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് നേരെ കയറിയിട്ട. കാരണം നമ്മൾക്ക് ഫുഡ് പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചിക്കൻ ബിരിയാണിക്കില്ല അതാടന്നു. അപ്പം അമ്മ അല്ലാണ്ട് കുറച്ച് ചോറും എക്സ്ട്രാ ഉപ്പേരിയും കറിയൊക്കെ വെക്കാന്ന് പറഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ കോഴിക്കോട്ട് നിന്ന് വന്നിട്ടുള്ള അമ്മമ്മയില്ലേ, അമ്മമ്മയും നോണ് കഴിക്കില്ല കേട്ടോ, ബിരിയാണി ഒന്നും കഴിക്കില്ല. അപ്പം അമ്മമ്മയ്ക്ക് എന്തായാലും വെജ് വേണ്ടി വരും. അപ്പോൾ സാമ്പാറും ഉപ്പേരി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കണ്ടേ. അപ്പം ഞാൻ അമ്മയ്ക്ക് സാമ്പാറൊക്കെ ഉള്ളത് അരിഞ്ഞു കൊടുക്കാട്ട് ഇരുന്നിട്ട്. പിന്നെ ഇവർ ഇതേ ഇലയിൽ മറ്റേ വളക്കാപ്പ് എന്ന് എഴുതിയില്ല, അത് നമ്മുടെ റോജസ് ആയിട്ട് എഴുതിയായിരുന്നത്. റോജസ് എന്ന് പറയുന്നത് പൊന്നൂസ് കേട്ടോ. ഞാനിങ്ങനെ റോജസ് എന്ന് അവനെ പറയാറ്. പൊന്നൂസ് എന്ന് വിളിച്ചങ്ങോട്ട് ശീലമില്ല. ആരും ഇവരൊക്കെ വിളിച്ചിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ റോജസ് എന്ന് വിളിച്ചിട്ട് എനിക്ക് ആ പേര് മാത്രമേ വായിൽ വരുന്നുള്ളൂ. അപ്പോൾ അതാട്ടാ, അതായത് ആര് പറയാറില്ലേ പൊന്നൂസ്, അതാണ് കേട്ടോ ഈ റോജസ്. പിന്നെ അതുപോലെ നമ്മുടെ ആദർശിനെ അപ്പൂന്നാട്ട വിളിക്കുക വീട്ടിൽ അവിടെ എല്ലാവരും. പക്ഷെ എനിക്ക് പറഞ്ഞ പോലെ ആദർശയെ വിളിച്ചിട്ട് അതൊരു ശീലമായി, അതങ്ങോട്ട് മാറ്റാൻ പറ്റണില്ല. ഇടയ്ക്കുന്നൊന്നും ഞാൻ കുറെ ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ തേജുവിന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിപ്പിച്ചിട്ട് ഇതേ ഇങ്ങനെ പുറപ്പിടിച്ച് കുട്ടീനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായ കുടിക്കാനുള്ളതൊക്കെ ഇതേ മേശയമ്മ അമ്മ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇഡ്ഡലിയും നമ്മുടെ ദോശയും ചട്നിയും ചായയും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ മാമി അടിച്ചോരും കാര്യങ്ങളും 2-3 തവണ തന്നെ രാവിലെ അടിച്ചോരും തുടക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉള്ള കാര്യം ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റത്തെ ഇതേ മാമി അടിച്ച് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതേ സാമ്പാർ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഞാട്ടേ വെച്ചിട്ടുള്ളൂ, കാരണം അമ്മമ്മ മാത്രമേ കഴിച്ചുള്ളൂ തോന്നുന്നു കേട്ടോ വെജ്. ബാക്കി എല്ലാവരും നോണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ എല്ലാം എഴുതി സെറ്റാക്കിയിട്ട് ഇതേ ഇത് ഇവിടെ തൂക്കാൻ പോവാണ് കേട്ടോ. ഇതൊക്കെ അവരെല്ലാവരും കൂടിയിട്ട് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊന്നും ഇതിലേക്ക് എത്തി നോക്കേണ്ട പോലും വന്നിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഇതേ ആര്യയോട് അമ്മ കുളിക്കുക റെഡി ആവാൻ നോക്കുന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ മുഷിഞ്ഞ് നിൽക്കണ്ടെന്നൊക്കെ പറയണ്ട. അപ്പോൾ അവളിങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ അവൾ നടക്കുമ്പോഴേക്ക് പേടിയാവും കേട്ടോ, കാരണം എല്ലാവരും ഉള്ളതല്ല. അവളിങ്ങനെ വയറിങ്ങനെ വെച്ച് നടക്കുമ്പോഴേ തട്ടു അങ്ങനെയൊക്കെ ഒരു ഇത് തോന്നും കേട്ടോ അവൾ നടക്കുന്നത് കാണുമ്പോൾ. പിന്നെ അത് അച്ഛനും നമ്മുടെ റോജസിന്റെ മാമനും വിഷ്ണുവേട്ടനും ഇൻഷാട്ടനും ഇവരെ കൂടിയിട്ട് ഇത് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ഞാൻ നമ്മുടെ തേജപ്പനെ ഇത് ഇഡ്ഡലി നേരെ കൊണ്ടുകൊടുത്തു. കുട്ടി ഇത് ഇവിടെ TV കണ്ടിരുന്ന് കഴിക്കണ്ടേ. അങ്ങനെ ഇവനെ കഴിപ്പിക്കാൻ എടുത്തതിന് ശേഷമാണല്ലോ എൻ്റെ കുളി സാധാരണ. അങ്ങനെ അതെ ഞാൻ കുളിക്കാൻ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ കൂറ കുത്തിയിട്ടാണ് നിൽക്കണത്. കാരണം രാവിലെ എന്നിട്ട് ആകെ മൊത്തം തിക്കും തിരക്കുണ്ടായിരുന്നു. കുഞ്ഞേ രീതിക്ക് പണികളും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ പണിയൊന്നും ചെയ്തില്ലെങ്കിൽ ചെറിയ രീതിക്ക് പണികളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ആദർശും അവരെല്ലാവരും കൂടിയിട്ട് ഇതേ കഴിക്കാതിരിക്കട്ടെ. അപ്പം അമ്മ എന്നെ ചീത്ത പറഞ്ഞു, ഈ കുളിച്ചിട്ട് വന്ന് കഴിക്കുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ വന്ന് അങ്ങനെ മുഷിഞ്ഞ് നിൽക്കണ്ട, ഇനി കഴിച്ചിട്ട് അങ്ങോട്ട് കുളിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചീത്ത പറയാട്ടെ. അപ്പം ഞാനിന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് അവരുടെ കൂടെ, അതായത് ഞാനും ആദർശവും നമ്മുടെ തേജും കൂടിയിട്ട് ഇതേ ഹോളിൽ ഇരുന്നിട്ടാട്ടെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റവരൊക്കെ കഴിഞ്ഞ കണ്ട ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. സോഫയിൽ കണ്ട കുളിക്കാൻ അങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഇത് ചീത്തയായിട്ട് തുടങ്ങിയത്. ഇനി ആരെങ്കിലും വരണ നേരത്ത് ഇങ്ങനെ നിന്നോ, അല്ലെങ്കിൽ അവർ വരണ നേരത്ത് കഴിക്കാൻ നിന്നോ, ചിലപ്പോൾ കഴിക്കൂലല്ലോ. നമ്മൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കഴിക്കേണ്ട കാര്യം അവിടെ വിടും. പിന്നെ അവരോട് സംസാരിച്ച് അങ്ങനെ ആ തിരക്കിൽ പെടുമല്ലോ. അപ്പം ഇനി കഴിക്കാണ്ട് നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിപ്പിക്കാട്ടാ. ഇത് വിഷ്ണുവിന്റെ റോജസിന്റെ കലാവിരുതാട്ടോ വളക്കാപ്പ്. കഴിക്കടാ കട്ട റോജസ്. പിന്നെ ഞങ്ങളുടെ വല്യമ്മയായിട്ടത് മാലതി വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു. വെല്ലിച്ചനും ഇതേ അവര് രാവിലെ നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് അവരുടെ വീട് പള്ളത്താട്ട, ദേശമംഗലം എന്നൊക്കെ പറയില്ലേ, ഷൊർണൂര് ആ സൈഡാട്ട വല്യമ്മയുടെ വീട്. അപ്പൊ അവർ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇതേ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. നമ്മുടെ തേജു പിന്നെ നല്ല കളിയാട്ടെ. ഞാൻ പറഞ്ഞിട്ട് തേജുവിന് ക്രിക്കറ്റ് ബാറ്റും ബോളും കിട്ടിക്കഴിഞ്ഞാൽ കുറെ നേരത്തേക്ക് അത് മതി. അപ്പൊ വാങ്ങിക്കൊടുത്തത് റോജസാണ്. റോജസിന് അത് 8ന്റെ പണിയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഞാൻ ഉമ്മറൊക്കെ തുടച്ചിടാൻ നോക്കാട്ടാ. അവിടെ എന്താ ഇവർ ഈ മഞ്ഞപ്പൊടി കൊണ്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നില്ലേ, അപ്പൊ അതിന്റെ ആകെ മഞ്ഞപ്പൊടിയും കരടൊക്കെ ആയിട്ട് ആകെ ഒരുമാതിരി കളറായിട്ടുണ്ടായിരുന്നു. ഇവിടെ കടിച്ചോയി പോയതായിരുന്നു കേട്ടോ മാമി. പക്ഷെ എന്നാലും വീണ്ടും പരന്നു. ഇതന്നെയായിരുന്നു പണി കിട്ടാ, ചൂല് നിലത്ത് വെച്ചിട്ടില്ല എന്ന് പറയില്ല, അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ആൾക്കാർ വരണതല്ലേ, അപ്പൊ ഞാൻ വേഗം മഞ്ഞപ്പൊടിയുടെ കറിയും പിന്നെ എന്തോ കറുപ്പ് പെയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഇവിടേക്ക് ഒന്ന് അടിച്ച് റെഡിയാക്കി ഇട്ടിട്ട് അതൊക്കെ തുടയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തേജു ഗ്യാപ്പിൽ തന്നെ ബാറ്റ് കൊണ്ട് അടിക്കണം കൂടി ഇട്ടിട്ട് കിട്ടിയ അവസരം കൂട്ടി നന്നായി മുതലാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ നേരത്തെ കണ്ടില്ലേ മാമി ഇവിടെ നിന്ന് കടിച്ചു പോയതായിരുന്നു കേട്ടോ. അപ്പൊ രണ്ടടി നടന്നപ്പോഴേക്കും വീണ്ടും പരന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ കരടോൾ ഇങ്ങനെ കിടക്കും, അതുകൊണ്ട് അടിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു ജാതി പോലെ ആട്ടോ. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൂല് കൊടുത്തിട്ട് ഇങ്ങനെ തട്ടി നിൽക്കും. പിന്നെ അമ്മ പറയും ആൾക്കാരുള്ളത് ഈ എത്ര ചൂട് എടുത്തിട്ട് ഇതാക്കിയിട്ടും കാര്യമില്ലാന്ന്. പക്ഷെ കുറച്ച് നേരം ഞാട്ടത് ഉണ്ടായുള്ളൂ. കുറെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ കൂടുന്തോറും പിന്നെ ഞാനത് നെവർ മൈൻഡിലെടുത്തു. കാരണം അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി കൂടുമ്പോൾ അങ്ങനെയാലോ. ഇത് ഈ ഒരു കറപ്പ് വേണ്ടല്ലോ, അതായത് ഇവര് പെയിന്റ് കൊണ്ട് കൊണ്ടായിരുന്നു കേട്ടോ വളക്കാപ്പ് ഇങ്ങനെ ഒരു ബ്ലാക്ക് ബോർഡറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ കുറച്ച് പണി പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വന്നിട്ടുണ്ട്. ഇതേ അർജു, അശ്വിനു, കിരൺ ഇവരെല്ലാരും കൂടിയിട്ട് ഇത് ഫുഡ് വന്നതൊക്കെ ഇറക്കി വെക്കുന്നുണ്ട്. എനിക്ക് ഞാൻ അഹങ്കാരം പൊങ്ങച്ചം പറയാൻ തോന്നരുത് കേട്ടോ. നമുക്ക് ഇവിടെ എൻ്റെ ഇവിടെ ഉണ്ടല്ലോ അതുപോലെ ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും കൂടിക്കഴിഞ്ഞാണ്ടല്ലോ നല്ല രസം. അതൊക്കെ എങ്ങനെ പറയാന്നറിയില്ല. ഞാൻ എല്ലാ വീഡിയോയിലും കൂടുമ്പോൾ അങ്ങനെ പറയാറുണ്ട്. ചിലർ പറയല്ലോ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെ. അത് കാര്യമായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫാമിലി ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ഇതൊക്കെ ഉണ്ടാവും, ചെറിയ രീതിക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു വിശേഷം ഒരു ഒത്തുകൂടലൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ എല്ലാവരും കൂടി നല്ല സെറ്റ് ആവൂട്ടാ. അതാണ് പ്രത്യേകത. ആ വീഴണ പ്രതീക്ഷിക്കാന് ആവാ. ഇത് നമ്മുടെ ചിത്രേച്ചിയും പിള്ളേരോട്ട് വന്നേക്കണത്. ഞാൻ മുന്നത്തെ എന്റെ വീഡിയോയിലൊക്കെ ഞാൻ പറയാറും കാണിച്ചിട്ടൊക്കെ ഉണ്ട്. ചേച്ചിയുടെ വീട്ടിലൊക്കെ നിൽക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ചിത്രേച്ചി നമ്മുടെ ഫാമിലി ഫ്രണ്ട് ആണെന്ന് പറയാം. പക്ഷെ ഫാമിലി ഫ്രണ്ട് എന്നൊന്നും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒതുക്കില്ല. എൻ്റെ ഒരു സ്വന്തം ചേച്ചി തന്നെയാണ് ഞാൻ പറയുള്ളൂ കേട്ടോ ചിത്രേച്ചിനെ. കാരണം അങ്ങനെയാണ്. എനിക്ക് ചേച്ചി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് ചിത്രേച്ചി എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് നമുക്ക് പറഞ്ഞു തരേണ്ടതും ചെയ്തു തരേണ്ടതായി ഒരുപാട് കാര്യങ്ങൾ എന്നെ അത്രയും ഒപ്പം നിന്നിട്ടുള്ള ഒരാളാണെന്ന് കേട്ടോ. അതങ്ങനെയാണ്. പിന്നെ ചിലരോടുള്ള ബന്ധങ്ങൾ നമുക്ക് പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാളാണ് ചിത്രേച്ചി എൻ്റെ ലൈഫിൽ. എനിക്ക് അത്രയും സ്പെഷ്യലാണ് കേട്ടോ. എനിക്കായാലും മിൻഷേട്ടനായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും. എനിക്ക് മിൻഷേട്ടൻ ഒരു പ്രത്യേകിച്ച് ചേച്ചി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ചേച്ചിയുടെ ഒരു ഇതിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ ആള്. പിന്നെ ചേച്ചി വന്നപ്പോൾ തന്നെ സാരി ഞാൻ മോൾ ഭാഗമില്ലേ ആ പ്ലീറ്റ് ഞാനും നമ്മുടെ മാലദേൽമിയും കൂടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അടിയത്തൊക്കെ ചേച്ചി ആയിട്ട് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നത്. ചേച്ചി അടിപൊളിയായിട്ട് സാരി എടുക്കൂട്ടാ. അപ്പൊ അതെന്തായാലും പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളിയായിട്ട് എടുക്കേ. അപ്പൊ ചേച്ചി എനിക്ക് ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. സാരി ഞങ്ങൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് എൻ്റെ വല്ലിച്ചൻ്റെ മോളാട്ടോ. രാധികേച്ചിയും ജീവിയും ബീബിയും ഇതാ അവര് മൂന്നാളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. വെല്ലിച്ച ദേവരനെ ആക്കിയിട്ട് ഇനി വെല്ലിമാൻ എടുക്കാൻ പോയി കേട്ടാ. അതിൻ്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ പിന്നാരാ നമ്മുടെ കിരാപ്പി വന്നിട്ടുണ്ട്. കിരൺ മീൻസ് രാധികേച്ചിയുടെ അനിയനാട്ടോ. അതൊക്കെ എൻ്റെ സ്വന്തം അച്ഛൻ്റെ സ്വന്തം ചേട്ടൻ്റെ മക്കളാട്ടവരെല്ലാവരും. ഇതേ പിന്നെ വിഷ്ണുവേട്ടനും മഞ്ജും വന്നിട്ടുണ്ട്. ഇവരൊക്കെ നേരത്തെ വന്നു കേട്ടോ. പിന്നെ നിഷയും നിരലിമയൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ ഉണ്ണിയുള്ള കാരണം നിഷയ്ക്ക് എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം കൂടാൻ പറ്റാത്തൊരവസ്ഥയായി പോയിട്ടാ. കാരണം ഉണ്ണി കരയും, അപ്പം വേം പോവും, കഴിക്കാൻ കൊടുക്കാറാകുമ്പോൾ പോവും, അങ്ങനെയായിരുന്നു. പിന്നെ അതേ ഡ്രസ്സ് മാറലൊക്കെ എൻ്റെ അതേ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചേച്ചി നല്ല ഭംഗിയിൽ സാരി കുടിപ്പിച്ചെന്നൊക്കെ റെഡിയാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ആര്യനെ ഞാനാട്ടോ ചെറുതായിട്ടൊന്ന് ഉടുപ്പിച്ചത്. അതുപോലെ ഈ ഫ്രണ്ടിക്കുള്ള പ്ലേറ്റ് അവൾ എടുത്തു. ബാക്കി അടിയത്തൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ പുറപ്പെടല്. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മുടെ വിൻഷേട്ടനായിട്ടാണ് നടന്ന വീഡിയോ എടുത്തത്. ഞാൻ വിൻഷേട്ടനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ മറക്കും അല്ലെങ്കിൽ തിരക്കപ്പെടും. വിൻഷേട്ടൻ കുറച്ചൊക്കെ ക്ലിപ്പുകളൊക്കെ എടുത്തോളോട്ടാന്ന്. അപ്പം ഞാനിങ്ങനെ പുറപ്പെടുകയാണ്. അപ്പോൾ അതൊക്കെ വന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ സാരി നമ്മുടെ ദക്ഷ് ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കൊളാബിന് അയച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഞാനത് അങ്ങനെ എടുത്ത് വെച്ചു. എന്തായാലും ഒരു പരിപാടി വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടൈമിൽ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാടുന്നേ. നല്ല സാരി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, നല്ല കളറും ആയിരുന്നു കേട്ടോ. കുറച്ച് വെറൈറ്റി കളറായിട്ടുണ്ടായിരുന്നേ. ഇനി ഇതേ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ടൊന്നും ഇല്ലേ. നമ്മൾ അത്രയും ലളിതമായിട്ട് എന്ന് പറഞ്ഞാൽ അത്രയും ലഘുവായിട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു കേട്ടോ നമ്മൾ പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് അച്ഛൻ്റെ സഹോദരന്മാര് അമ്മായിമാര് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവര് ഇവിടെ നമ്മുടെ ഈ തറവാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ അങ്ങനെ കുറച്ച് പേരോടാ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതേ നമ്മുടെ നിതാരക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. നിതാരക്കുട്ടി എന്താണോ എൻ്റെ അടുത്തേക്ക് വേഗം വന്നു. എൻ്റെ അടുത്ത് കയറിയിട്ട് മെയിനായിട്ട് ആൾക്ക് വലിയ ആഭരണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അത് കണ്ടിട്ടാണ് തോന്നുന്നത്. പിന്നെ അമ്മേനെയാട്ടി വിളിക്കണത്. എന്നിട്ട് ഞാൻ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് വന്നു. പിന്നെ എൻ്റെ മേത്തൊക്കെ എടുക്കുക, ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ.
നമുക്ക് ഈ വളക്കാപ്പനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തത്. കാരണം എനിക്ക് അങ്ങനെ വളക്കാപ്പ് എന്നുള്ള രീതിയിലൊന്നും നമ്മളിങ്ങനെ വളട്ടിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നെ ജസ്റ്റ് വിൻഷാന്റെ വീട്ടിൽ അന്നത്തെ സമയത്ത് ഈ ഒരു ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ടില്ലല്ലോ. ഇപ്പൊ ഭയങ്കര ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു ഇതല്ല. ഇവരുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ചെറിയ രീതിക്ക് ചെയ്തു എന്ന് മാത്രം ഇട്ടാ. അപ്പൊ എന്റെ എങ്ങനെയാണെന്നൊന്നും അറിയോ, 7ാം മാസത്തിൽ ഇവിടുന്ന് അമ്മയും വല്യമ്മമാരും അമ്മായിമാരും എല്ലാവരും കൂടി വന്നിട്ട് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് എനിക്ക് അമ്മ ഒരു ഗോൾഡിന്റെ ഒരു വള അങ്ങനെ ഇട്ടന്നു. ജസ്റ്റ് ഒരു വള ഇട്ടെന്നിട്ട് ചടങ്ങൊക്കെ തീർത്ത് വിൻഷാടിനോട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളതിനെ ഇവിടെ കൊടുന്നാക്കി അങ്ങനെ കൊണ്ടുവരാട്ടോ ചെയ്ത്. ഇങ്ങനെ കുറെ പേര് വന്ന് വള ഇടുക, ചന്ദന ഇടുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു കാര്യം തന്നെ കേട്ടാ. 5 വർഷം മുന്നത്തെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞു. ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനും പറഞ്ഞിരുന്നു വളക്കാപ്പ് പോലെ നമുക്ക് നടത്തണം കേട്ടോ. വലിയതായിട്ടൊന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ ഒരു സന്തോഷത്തിന് കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഉണ്ണി ഉണ്ടാവുമ്പോൾ ഉണ്ണിക്ക് കാണിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരു മെമ്മറി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് ഇവർക്കാണെങ്കിൽ 2 മനസ്സായിരുന്നു കേട്ടോ. ചെയ്യണോ ചെയ്യണ്ടേ, നടത്തണ്ടേ, പിന്നെ ഇവൾക്ക് ഇടയ്ക്ക് വെയ്യാണ്ടാവാണ്, അഡ്മിറ്റ് ആവാണ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നു. ഇപ്പൊ ഫൈനലി ഇത് എപ്പോഴാണ് കേട്ടോ പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ച് അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം നല്ല ഭംഗിയായിട്ട് സിമ്പിളായിട്ട് അത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ നടത്തിയത്. ഒരു ഇതും ചെയ്തിട്ടില്ല കേട്ടോ. അത്രയും സിമ്പിളായിട്ട് നമ്മുടെ അടുത്ത ആൾക്കാരൊക്കെ വന്ന് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് ഞങ്ങളുടെ സന്തോഷം ഞങ്ങളിങ്ങനെ പങ്കുവെച്ചു കേട്ടോ. പിന്നെ അത് എല്ലാവരും കൂടിയിട്ട് മറ്റേ ഇത് നമ്മൾ മുൾട്ടാണി വീട്ടിൽ തോന്നുന്നു കേട്ടോ, ഇങ്ങനെ ചാലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ചാലിച്ച് വെക്കുക ചെയ്ത്. കാരണം ചന്ദനം ഇനിയിപ്പോൾ ഇവൾക്ക് കുറെ അലർജി ഒക്കെ ഉണ്ട് കേട്ടോ. ആയിരിക്കും ഇപ്പം മഞ്ഞളതൊക്കെ അവൾക്ക് അലർജി. അപ്പോൾ പിന്നെ അതൊരു ഇത് വേണ്ട വെച്ചിട്ട് നമ്മൾ ഇത് ചാലിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കട്ടെ ചെയ്ത്. അച്ചമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര ഒരു ഇതാ. കാരണം നമ്മുടെ ഇവിടെ ആരും ഇങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരിക, 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുവരിക എന്നല്ല പറയാം, അങ്ങനെ ഉള്ളൂ. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ആകാംക്ഷയാണ് ഇപ്പോൾ എന്താന്ന് കാണണം, എങ്ങനെയാന്ന് കാണണം എന്നൊക്കെ ഉള്ളതിൽ എല്ലാവരും വല്യമ്മമാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതാണ്ട് എല്ലാവരുടെ മുഖത്ത് സന്തോഷം, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മുഖത്ത്. അച്ഛനും അതായിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളൊക്കെ ഇങ്ങനെ വലുതായി, അച്ഛൻ അങ്ങനെയൊക്കെ അറിയാം, ഇവരങ്ങനെയല്ല അറിയാം. ഫസ്റ്റ് ഇവർ നമ്മൾ വലുതായി എന്നൊക്കെ അറിയാം. നമ്മുടെ കല്യാണം ആ ഒരു സമയമാകുമ്പോഴായിരിക്കും അവർ നമ്മുടെ മക്കൾ വലുതായി എന്നൊരു ചിന്ത വരിക. പിന്നെ ഉണ്ണിയോളാവണം ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുക, അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ, അതായത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും മനസ്സിൽ നമ്മളെപ്പോഴും കുട്ടികളായിരിക്കും അല്ലേ. പക്ഷെ അവര് പെട്ടെന്ന് ഇങ്ങനെ മാറ്റി ചിന്തിക്കുക. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് എനിക്ക് അച്ഛൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായിട്ടാ. കാരണം അച്ഛൻ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഓരോന്ന് ചെയ്യുമ്പോഴേ. പിന്നെ ഇന്നലെ വല്യമ്മ തേച്ച് കൊടുത്തു. പിന്നെ വെളിച്ചൻ, ഇത് അച്ഛൻ്റെ 2ാമത്തെ ചേട്ടനാട്ടോ. അച്ഛന് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ഏട്ടന്മാരും ഒരു അനിയനുള്ളതിൽ 2ാമത്തെ ചേട്ടനാണ് ഇത് കുഞ്ഞുണ്ണി വെളിച്ചൻ. പിന്നെ ഇത് കുമാരി വല്യമ്മ, അവരുടെ മക്കളാണ് രാധികേച്ചി, നമ്മുടെ കിരുതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയാലുള്ള ഒന്നും കൂടി. പിന്നെ ഇത് നമ്മുടെ മാമിയും മാമനും, അതായത് നമ്മുടെ ആദർശിന്റെ കോഴിക്കോട് നിന്ന് വന്നാട്ട മാമിയും മാമനും. പിന്നെ അവരുണ്ട്. പിന്നെ റോജസ്, പിന്നെ കുഞ്ഞി വന്നിട്ടില്ല കേട്ടോ, അവൾക്ക് എന്താ എക്സാം ആണെന്നു എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് റോജസിന്റെ ആദർശിന്റെ മാമിയില്ലേ, മാമിയുടെ അമ്മയാണ് കേട്ടോ മറ്റേത് ഇവിടെ ഇരിക്കണത് ഇപ്പുറത്ത്. അപ്പോൾ അമ്മമ്മയും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് അമ്മമ്മേനെ അങ്ങനെ കാണണത് പോലും, മാമിയുടെ അമ്മേനേട്ടാ നമ്മൾ ആദ്യമായിട്ടാണ് കാണണത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി ഉണ്ടായിരുന്നു. ആളിങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനും അമ്മയും പറയട്ടോ, നമ്മുടെ അമ്മമ്മയുടെ പോലെ. ഞങ്ങളുടെ അമ്മമ്മേനെ അറിയാലോ, ഒക്കെ ഭയങ്കര സൈലന്റാ, ഭയങ്കര എന്താ പറയുക ഇൻട്രോവേർട്ട് പോലെയാണ് അമ്മമ്മ. അതേ ടൈപ്പാണ് കേട്ടോ ഈ അമ്മമ്മ ഉണ്ടായിരുന്നു. ഈ ഇരുത്തം ഇങ്ങനെ ഇരിക്കും ഓരോന്ന് ഇങ്ങനെ നോക്കിയിട്ട്. പിന്നെ അതേ നമ്മുടെ വെളിച്ചനും വല്യമ്മയും, ഇത് അമ്മയുടെ മൂത്ത ചേച്ചി കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ഒരു ചേച്ചിയും കൂടി ഉണ്ട്, ഗീത വല്യമ്മ. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെള്ളിച്ചനും വന്നിട്ടുണ്ടായിരുന്നു. വെള്ളിച്ചൻ വൈകിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേ തോന്നുന്നു. പിന്നെ ഇത് നമ്മുടെ വിഷ്ണുവേട്ടനും നമ്മുടെ അഞ്ചും കൂടിയിട്ട് ഇതേ ആദർശിന് കൂറിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ തമാശയായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തത് നിഷയും വന്നിട്ടുണ്ട്. നിഷ ഉണ്ണിയും കൂടിയിട്ടാട്ടോ കൊടുക്കണത്. കുറെ പേര് ചോദിച്ചു നിഷ മലയാളി അല്ലേന്ന്. നിഷ മലയാളി അല്ല കേട്ടോ, നിഷ തമിഴാണ്. പിന്നെ കുറെ പേര് ചോദിച്ചു നിഷ നമ്മുടെ കാസ്റ്റ് അല്ലേന്ന്. നിഷ മുസ്ലിമാണ് കേട്ടോ, മുസ്ലിമുമാണ്, അതുപോലെ തന്നെ തമിഴാണ് കേട്ടോ. കുറെ പേര് ഇങ്ങനെ കമന്റ്സിൽ ഇങ്ങനെ വന്ന് ഞാൻ ചോദിക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ കുറച്ച് പേരോട് ഞാൻ തമിഴാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെതായ സംസാരിക്കാൻ ഭയങ്കര ഒരു ഇതുണ്ട് കേട്ടോ നമുക്ക്. കാരണം ആൾക്ക് നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാവും, പക്ഷെ ആള് പറയേണ്ട ഇടയ്ക്ക് നമുക്ക് മനസ്സിലാവാറില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ രാധേച്ചി വന്നിട്ട് രാധേച്ചിയും തേച്ച് കൊടുക്കുന്നുണ്ട്. രാധേച്ചി അങ്ങോട്ട് വാരി പൊത്തി കൊടുത്തിട്ടുണ്ട് ആദർശിന്. പിന്നെ തുഴ എൻ്റെ വിൻഷേട്ടൻ്റെ ആയിരുന്നു. അപ്പൊ ആദർശിന് പേടിയുണ്ട് കേട്ടോ വിൻഷേട്ടന്. കാരണം ഇന്നലെ ആദർശ് കേക്ക് മുറിക്കുമ്പോൾ കേക്ക് വിൻഷേട്ടൻ്റെ മുഖത്തും മേത്തൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പകരം ഇവിടെ വീട്ടോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ വിൻഷേട്ടന് പേടിയാട്ടോ, കാരണം അച്ഛനും ഇവരൊക്കെ നിൽക്കണ്ടായിരുന്നു. ചീത്തേട്ടാലോ എന്ന് വിചാരിച്ചിട്ട് തോന്നുന്നു ജസ്റ്റ് ഒന്ന് തോണ്ടി കൊടുത്തുള്ളൂ. ഞാനും വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ വാരി തേക്കുമെന്ന്. പിന്നെ ഇതേ വളയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ തേജുവിനും ഭയങ്കര കൗതുക
കേട്ടോ. കാരണം അവ ഇത് കണ്ടേക്കുന്നത് നമ്മുടെ പാറൂൻ്റെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും അതെ ഇപ്പോഴും അതെ കേട്ടോ. ആര്യമ്മയ്ക്ക് അങ്ങനെ ഉണ്ണി വരാറായില്ലേ എന്നാ ചോദിക്കണത്. പിന്നെ ഇതേ മുഖമൊക്കെ ഈരം പോയി തുടച്ചു കൊടുത്തു. പിന്നെ കുറേയൊക്കെ നമ്മൾ തുടച്ചു കേട്ടോ. ഇങ്ങനെ എന്താ പറയുക ഇതായത്. പിന്നെ ഇതേ നമ്മുടെ ചിത്തിരേച്ചിയും പിള്ളേരും വന്നിട്ടുണ്ട്. അവരും അതെ എല്ലാവരും കേട്ടോ. നമ്മുടെ കുറച്ച് ഇങ്ങനെ പോയാലും 40-45-50 ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അത്രയ്ക്ക് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കുട്ടികളെല്ലാവരും കൂടി നോക്കുമ്പോൾ ഒക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവർ തന്നെ അങ്ങനെ കേട്ടാ. പിന്നെന്താ അതെ വളയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. എനിക്ക് എന്തായാലും പറയേണ്ടത് അറിയില്ല കേട്ടാ. എനിക്ക് എന്തായാലും കുറേ പേര് എന്താണ് ചേച്ചിയുടെ ഇപ്പോഴുള്ള ആ ഒരു ഫീലിങ്സ് എന്താന്ന് ചോദിച്ചു കേട്ടോ. അതായത് വല്യമ്മ ആവാൻ പോവാന്നൊക്കെ പറഞ്ഞ് കമന്റ് കണ്ടു. യെസ് ഗൈസ്, ഞാൻ വല്യമ്മ ആവാൻ പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വല്യമ്മ ആവാൻ പോണത്. ഇത്ര നാള് മേമയും അമ്മായും ചേച്ചിയും കാണുന്ന എല്ലാവരുടെയും ഇനി ഞാൻ വല്യമ്മയും കൂടി ആവാൻ പോവാണ്. വിൻഷേട്ടൻ വല്യച്ഛൻ. അപ്പൊ എന്തായാലും നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ നിത്താരക്കുട്ടി ഉറക്കാട്ടോ. നിത്താരക്കുട്ടി നല്ല ഉറക്കാ തോന്നുന്നു. ആദർശന്റെ അടുത്ത് കൊണ്ട് കിടത്തിയിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ റോജസും തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അമ്മ അപ്പളേക്ക് കുറേ ആദർശന്റെ മൊത്തം കൂടുതലാവണതല്ലോ. അപ്പൊ അതൊക്കെ അപ്പളേക്കും തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാളു ആദു ഇതേ ടീംസ് ഇതായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ നിങ്ങൾ വീണ്ടും ചോദിച്ചു നിങ്ങൾ ഡാൻസ് ഒന്നും കളിച്ചില്ലല്ലോ ഇപ്രാവശ്യം. സത്യം പറയാം, നമ്മൾ ഡാൻസ് കളിക്കണം എന്നിങ്ങനെ മനസ്സിൽ പ്ലാൻ ഇട്ടു. പക്ഷെ നമുക്ക് മൊത്തത്തിൽ ഒരു തിക്കും തിരക്കും ഇവിടുന്ന് കഴിഞ്ഞ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് വേറെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഡാൻസ് കളിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ തിക്കും തിരക്കും എടുത്തില്ല. എന്തോ നമുക്ക് മനസ്സിനങ്ങനെ എടുക്കണം എന്നുള്ളിലുണ്ട്. പക്ഷെ എടുക്കാൻ പറ്റുകയും ചെയ്തില്ല. എന്നാൽ യാതൊരു തടസ്സങ്ങളും മുന്നിലില്ല. ഞങ്ങളായിട്ട് തന്നെ എടുക്കാണ്ടിരിക്കുക അങ്ങനെ പറയില്ല. അങ്ങനെ നടന്നോട്ടാ. നമ്മുടെ ഹാള് കുഞ്ഞ് ഹാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഹാള് നിറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇവിടെ കുറച്ച് പേരും പിന്നെ നമ്മളൊക്കെ ബാക്കിലേക്കായിട്ടാണ് നിൽക്കണത്. അതായത് പഠിക്കലില്ലേ അവിടേക്ക് ആയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. എല്ലാവരും വീഡിയോയും ഫോട്ടോയും ആകെ വ്ളോഗേഴ്സ് ആണല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇതൊക്കെ തേച്ച് പിടിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് മുറിക്കാനായിട്ടോ തോന്നിയത്. അപ്പോൾ ആര്യമ്മൂൻ്റെ വളക്കാപ്പ് എന്നാണ് എഴുതിച്ചേക്കണത് കേട്ടോ. അതായത് ആര്യനെ നമുക്കങ്ങനെ എന്താ പറയുക വീട്ടിൽ വിളിക്കണ പേരായിട്ടാണ് അമ്മു പൊന്നു കിന്നു അങ്ങനത്തെ പേരുകളൊന്നും നമുക്കില്ല കേട്ടാ. സൂര്യ ആര്യ അങ്ങനെ തന്നെ വിളിക്കുക. പിന്നെ നമ്മുടെ വല്യമ്മമാർ അമ്മമാർ അങ്ങനെയൊക്കെയാണ് സൂര്യമ്മു ആര്യമ്മു. അത് ഞാൻ രാധമ്മായി കേട്ടാ കൂടുതലും വിളിക്കുക. അമ്മായിമാരൊക്കെയാണ് കേട്ടോ സൂര്യമ്മു ആര്യമ്മു വിളിക്കുക. പിന്നെ മാമൻ്റെ അവിടെയൊക്കെ സൂര്യക്കുട്ടി ആര്യക്കുട്ടി അങ്ങനെയുള്ള പേരുകളല്ലോ. അല്ലാണ്ട് അമ്മു പൊന്നു അങ്ങനത്തെ ഒക്കെ ഇല്ലേ. എനിക്കൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ട് അങ്ങനത്തെ പേരൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാവർക്കും ഉണ്ടായിരുന്നോ പേര്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടാ. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ വിളിക്കുന്നാലും ആര്യമ്മൂന് വളക്കാപ്പ് എന്നാണ് ആദർശ തോന്നുന്നു എഴുതിച്ചത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ നമ്മുടെ കേക്ക് മുറിക്കാനായിട്ടിരിക്കണത്. ആളോട് കുറെ നേരെ കൊടുക്ക്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതേ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണല്ലോ. അപ്പൊ അതൊക്കെ ഇതേ കട്ടിയിൽ നമ്മുടെ കിരണാട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്താന്ന് പറയുക ഒരു കളിയാക്കണത്, നീ അല്ലടി ജിമ്മിന് പോണ ആള്, നിനക്കല്ലടി ഷുഗർ കട്ട് എന്നിട്ടാണോ നീ ഈ കേക്ക് കഴിക്കണേന്നാട്ടാ ചോദിക്കണത്. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് വിശേഷങ്ങളിലൊന്നും കഴിക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ. എന്നോട് പ്രേം ചേച്ചി വീഡിയോ കാണുവാണ്. പ്രേം ചേച്ചി ഷുഗർ കട്ട് എന്നോട് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫുഡ് ഓവറായിട്ട് കൺട്രോൾ ചെയ്യണ്ട, ഇങ്ങനെ ഫുഡൊക്കെ കുറച്ച് കഴിച്ചോന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാനിപ്പോൾ പോണത്. പക്ഷെ ഞാൻ 3 കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര അതിശയായി. പിന്നെ ഈ മാളുമല്ല ആദ്യം തോന്നുന്നു ഈ വീഡിയോ എടുക്കണം. ആദ്യമാണ് എല്ലാവരുടെയും വായയിലും കണ്ണിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കണത്. അതായത് ഞങ്ങളുടെ അവിടുത്തെ മഞ്ഞക്കുയിൽ മാളുമാണ്. നമുക്ക് ആദ്യം ഇനി വയലറ്റ് കുയിൽ നോക്കാട്ടോ. ഇവരെടുക്കണ വീഡിയോസ് ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ മുഖത്ത് കയറ്റി വെച്ചിട്ടാ നമ്മുടെ എന്താ പറയുക അശ്വിനുവിന്റെ പല്ലിന്റെ ക്ലിപ്പൊക്കെ സൂം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിലേക്ക് വേണ്ട കാണിക്കണ്ട. അപ്പൊ വിൻഷേട്ട എന്തൊക്കെയോ ചെയ്യണ്ടേ എന്താ നമുക്ക് നോക്കാം. അയ്യോ വെഡിങ് ആനിവേഴ്സറി വെക്കാതെ
അപ്പൊ ഈ വീഡിയോസ് എടുത്തേക്കുന്നത് മഞ്ഞക്കുയിൽ മാളുമല്ല, വയലറ്റ് കുയിൽ നമ്മുടെ ആദ്യമാണ് കേട്ടാ. മാളൊരു മുക്കിൽ പോയി നല്ല മുക്കലാട്ടാ, അതായത് ഒരു മുക്കിൽ പോയി എന്നിട്ടാണ് ഈ കേക്ക് കഴിച്ചോണ്ടിരിക്കണത്. കണ്ടോ, ഇതാണ് ഇവരെടുക്കണ വീഡിയോന്റെ പ്രത്യേകത. അതുകൊണ്ട് പല്ല് ചുണ്ട് ഒരുമാതിരി രീതിയിലാണ് അവള് വീഡിയോസ് പോയി എടുക്കേണ്ട. ആദർശിന്റെ കുട്ടിയുടെ ഞങ്ങൾ വിചാരിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഫോണിലേക്ക് നോക്കണില്ലേന്ന്, കാരണം അവിടെ ഇവിടെ നോക്കി എടുക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ആവുക. എന്തായാലും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറെ ചിരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഈ പിള്ളേർ വീഡിയോസ് എടുത്ത് വെച്ചേക്കണത്. പിന്നെ നിത്താരക്കുട്ടി ഉറങ്ങിയപ്പോ ബീനേച്ചി ഇതേ നിത്താരക്കുട്ടിക്ക് ഇന്ന് നിത്താരക്കുട്ടിയുടെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു കേട്ടോ. അത് ഉണ്ടായിരുന്നു, നമ്മളെ പറയാൻ വിട്ടു. ഇന്ന് നിത്താരക്കുട്ടിയുടെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. അപ്പോൾ എന്താ പറയാ, വൈകിട്ട് കേട്ടോ അവരുടെ വീട്ടിൽ പരിപാടി, കുഞ്ഞു പരിപാടി അവര് വെച്ചിട്ടുണ്ടായിരുന്നത്. ബീനേച്ചിക്ക് ഒരു ആഗ്രഹം കേട്ടോ ഉണ്ണിയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ബീനേച്ചിയുടെ മോന്റെ കുട്ടിയാണ് കേട്ടോ, മൂത്ത ചേട്ടന്റെ വിപിൻ ചേട്ടന്റെ ഉണ്ണിയാണ്. അപ്പോൾ എന്താ പറയാ, മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവളുണ്ടല്ലോ കണ്ണ് തുറന്നിട്ട് ഉറങ്ങുമ്പോൾ അവള് കാണിച്ചു കൊടുത്തില്ല. പക്ഷെ കണ്ണ് തുറന്നിട്ട് ഉറക്കം വിട്ടപ്പോൾ സുഖമായി കൈ നീട്ടി കാണിച്ചു കൊടുത്തു. പിന്നെ ഫുഡ് കഴിക്കാൻ നോക്കാട്ടോ. നമ്മളിത് അവിടെ സമുദായത്തിൽ നിന്ന് അച്ഛൻ 2 ടേബിൾ ഇങ്ങനെ മറ്റേ ടൈപ്പില്ല, നമ്മൾ കല്യാണത്തിനൊക്കെ കഴിക്കുന്ന ടേബിളില്ലേ, ആ ടേബിളും കസാരയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പുറത്തിടാൻ നമുക്ക് മുറ്റത്ത് ഫ്രണ്ടിൽ അത്ര സൗകര്യം ഇല്ലായിട്ട് ഇരിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി അങ്ങനെ അതായത് ഹാളിൽ ഇങ്ങനെ അത്ര ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചുരുക്കിയിട്ട് ഇവിടെ കുറച്ച് പേർക്ക് കൊടുക്കുക, അപ്പുറത്തും കുറച്ച് പേർക്ക് കൊടുക്കാന്നുള്ള പ്ലാനില് ഇങ്ങനെ 2 ടേബിൾ ഇങ്ങനെ മുട്ടിച്ചിട്ടിട്ട് ഇവിടെ ഇടാട്ട ചെയ്തത്. അപ്പൊ ആദ്യം നമ്മൾ അമ്മമാർക്കും ഉണ്ണികൾക്കും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരിത് വരിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണിയും പിന്നെ ചിക്കനും കച്ചമ്പറും പിന്നെ എന്താ പറയാ അച്ചാറും പിന്നെ എന്താ പൈനാപ്പിളും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് എന്റെ സംസാരം ബോറടിക്കണ്ടോന്ന് അറിയില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറയണേ ഇന്നലെ ചേച്ചി ഇങ്ങനെ ആർട്ടിഫിഷ്യൽ അല്ല എന്താ പറയാ എന്തോ ഞാൻ തേജുവിനെ പാപ്പു എന്ന് പറഞ്ഞില്ലേ, എന്തിനാ അങ്ങനെ പറഞ്ഞത് ഭയങ്കര ഓവറാന്നൊക്കെ പറഞ്ഞിട്ടൊരു കമന്റ് കണ്ടു. അതിൽ ഞാൻ പറഞ്ഞു, നമ്മള് ഇപ്പോ യൂട്യൂബാന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് അങ്ങനെ സംസാരിച്ച് വീഡിയോ എടുത്ത് എനിക്ക് സെറ്റ് ആവില്ല കേട്ടോ. കാരണം നിങ്ങൾ എന്റെ ഫസ്റ്റത്തെ വീഡിയോസ് ചിലവർ പറയും ചേച്ചിയുടെ സംസാരത്തിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോണാവോ എന്റെ പഴയ വീഡിയോസ് കാണുന്നവർ പറയണതാണ്. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ ഹായ് ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പക്ക ബോറാടുന്നുണ്ട്, കണ്ടറിയാൻ ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ഓട്ടോമാറ്റിക് നമ്മൾ സംസാരിച്ച് നമ്മുടെ സംസാര രീതിയിലേക്ക് ഇങ്ങോട്ട് എത്തും. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ഡെയിലി നമ്മുടെ വീട്ടിൽ സംസാരിക്കില്ല, അതേപോലെയാണ് നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു നോർമൽ ടച്ചിൽ നോർമൽ രീതിയിൽ നമ്മൾ വളർന്നു വന്ന രീതിയിലുള്ള സംസാരിക്കുന്നത്. അപ്പോൾ പലർക്കും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, എല്ലാവരുടെ ടോണോ ഒരുപോലെ ആയിരിക്കില്ലല്ലോ, എല്ലാവരുടെ സംസാരം ഒരുപോലെ ആയിരിക്കില്ല, എല്ലാവരുടെ ലാംഗ്വേജ് ഇപ്പോൾ മലയാളം ആണെങ്കിലും പല രീതിയിലാണ് സംസാരിക്കുക. ഞാൻ തൃശ്ശൂരായതുകൊണ്ട് തന്നെ എൻ്റെ സംസാരത്തിലും പല വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ എന്ത് എന്നുള്ളതിന് ഫോർ എക്സാമ്പിൾ എന്തുട്ടാന്ന് വരെ പറയുക, കഴിച്ചോ എന്നുള്ളതിന് കഴിച്ചോ, കഴുകിക്കോ, അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതൊരിക്കലും കുറ്റമായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കരുതിട്ടേക്ക് അത്രേ പറയാനുള്ളൂ. കാരണം എനിക്ക് ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല. ഞാൻ ചെറുപ്പം തൊട്ടേ സംസാരിച്ചിട്ടുള്ള രീതികളാണ് അതൊക്കെ. ഇപ്പോൾ യൂട്യൂബിലായി എന്ന് വെച്ചിട്ട് എനിക്ക് ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല. നമുക്കത് നോർമലി സംസാരിക്കുമ്പോൾ അങ്ങനെ വരും. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഓരോ വാക്കും സംസാരിക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സംസാരം ഇങ്ങനെയാണ്. ഇപ്പോൾ കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്യട്ടോ, ചേച്ചിയുടെ സംസാരം നോർമലി ഉള്ളതാണെന്ന്. പക്ഷെ ഇപ്പോൾ 1-2 കമന്റ് അങ്ങനെ കണ്ടോണ്ടാട്ടോ ഞാൻ പറഞ്ഞത് എൻ്റെ സംസാര രീതി ഇങ്ങനെ ആയിപ്പോയി ഗൈസ്, ഞാൻ എന്താ ചെയ്യുക, നമ്മളങ്ങനെ ആയിപ്പോയി. എനിക്ക് മാറ്റാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടത്. അങ്ങനെ അപ്പോൾ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞു കേട്ടോ. ആ ഗ്യാപ്പിൽ ഞാൻ ഫുഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുകയെ. പിന്നെ നമ്മുടെ നിത്താരക്കുട്ടിയും തേജപ്പനും കൂടിയിട്ട് നല്ല കളിയാട്ടാ. അതെന്റെ സ്ഥല, ഞാൻ എടുക്കണതാ. പിന്നെ ഏകദേശം ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ക്ലീൻ ആക്കാട്ടെ വല്യമ്മയൊക്കെ കൂടിയിട്ട്. അപ്പൊ അതൊക്കെ കഴിയുന്നുണ്ട്. പിന്നെ ചെറുതിന് ഇങ്ങനെ ഉറക്കം വന്നിട്ട് കൊട്ടുപോയി ഇങ്ങനെ ഇട്ടോണ്ടിരിക്കട്ടോ. അപ്പൊ പിന്നെ അവന് കഴിക്കാൻ ഇടയിൽ ഇടയിൽ പോയി കൊടുത്തു തോന്നുന്നു കേട്ടോ നിഷ. എന്നിട്ട് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണിയുടെ മുട്ട അടിച്ചോണ്ട് തന്നെ മുടി കണ്ടില്ല, മുട്ട അടിച്ചോണ്ട് തന്നെ ആകെ മൊത്തം ക്ഷീണിച്ച് പോയിട്ടേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ അമ്മേനെ യാത്ര വെക്കണേ അവൻ കരയണ്. ഇടി നടക്കാൻ പോവാ. എന്റെ ഫോണാവുള്ളല്ലോ, എന്റെ ഫോണ് നിലത്തിടരുത് കേട്ടോ. അവരിറങ്ങ അറിയാത്ത പണി ചെയ്യരുത് വിരിച്ചേട്ടാ. നീ ചെയ്തോ വിൻചേട്ടാ അരുത്.
ആരാന്ന് പറഞ്ഞേ? എത്ര വെയിറ്റ് എടുക്കുന്നു പോയിട്ട്? അറിയില്ലാന്ന് പറയും. വേഷം അടക്കാൻ വയ്ക്കണില്ല. അപ്പൊ അതേ മാമിക്കും മാമനും അവർക്ക് ഇറങ്ങാട്ടോ. അവർക്ക് 3:30 ട്രെയിൻ ഉണ്ട് വടക്കാഞ്ചേരിന്ന്, അല്ല ഷൊർണൂരിന്ന് തോന്നുന്നു. അപ്പൊ അവിടേക്ക് ഇതേ ആദർശമൊക്കെ കൊണ്ടാക്കാൻ പോവാണ്. അപ്പൊ അവരോട് ഇതേ യാത്ര പറയാണ് കേട്ടോ. അവരിത് ഇറങ്ങുന്നുണ്ട്. പിന്നെ കോഴിക്കോട്ടെന്ന് വരെ തന്നെയാട്ടോ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവന്റെ മാമനും മാമിയും പിന്നെ അമ്മമ്മ കേട്ടോ. അമ്മമ്മ പറയണ ഞാൻ പറഞ്ഞല്ലോ, മാമിയുടെ അമ്മയാണ്. അങ്ങനെ അവരെ ഇറങ്ങാണ്. ഇതേ റോജസും അതേട്ടോ അവരെ ആക്കിയിട്ട് വരും. റോജസ് പിന്നെ വൈകിട്ടേ പോവുള്ളൂ. ഇവരെ ആക്കാനാട്ടോ പോണത്. അങ്ങനെ ഇതേ അവരും പോയിട്ടോ. ഫസ്റ്റ് ഇവരടന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവരാൽ അകലേന്ന് വന്നിട്ടുള്ളത്. പിന്നെ എല്ലാതും ട്രെയിനും കാര്യങ്ങളൊക്കെ നോക്കണം. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് പോയി. തലേന്ന് വന്നോട്ടോ. അത് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവർ തലേന്ന് വന്ന് എല്ലാത്തിനും കൂടി ഇപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവര് പോയേ. ഇന്ന് നോക്കട്ടെ, ആകെ മൊത്തം ഈ കളർ ഇഷ്ടമായി. ഇത് അവൾക്ക് കല്യാണമൊക്കെ ഞാൻ വല്ലതിനൊക്കെ സെറ്റ് ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ച ആ ഒരു ധാവണി സെറ്റ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിരിക്കും ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കൊളാബിന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കും അത് അവൾക്കും അതേട്ടാ തന്നിട്ടുണ്ട്, സിന്ധു ചേച്ചിയുടെ ഒരു പേജിൽ നിന്ന്. അപ്പോൾ പേജിക്ക് കറക്റ്റ് അറിയില്ല, ഓർമ്മയില്ല. ഞാനൊരു വീഡിയോ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ആര്യനെ ഭയങ്കര കാര്യം കേട്ടോ. ചേച്ചിക്ക് അവരുടെ മോളുടെ പ്രായമാണ്, അവരുടെ മോളുടെ പോലെയാണെന്നൊക്കെയാണ് ആര്യനെ പറയുക കേട്ടോ. അപ്പം ചേച്ചി അവളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ദൂരത്തേക്ക് നമ്മുടെ എന്താ പറയുക തൃശ്ശൂർ വന്നിട്ട് അവൾക്ക് എടുത്തു കൊടുത്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അത് വളക്കാപ്പിന് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മോശമല്ലേ നമ്മൾ ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അത് എടുപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാച്ചിട്ടാട്ടോ നിൽക്കണത്. നമുക്ക് എന്തായാലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമുക്കൊരു യൂട്യൂബ് ചാനലായിക്കോട്ടെ ഇതൊന്നും കാരണം നമുക്ക് ഒരുപാട് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം എനിക്കായാലും ആർക്കായാലും നമുക്കൊക്കെ ഭയങ്കരമായിട്ട് നമ്മളതിനെ ഭയങ്കരമായിട്ടൊരു ഫാമിലി പോലെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സ് നോക്കിയാൽ കാണാം. പിന്നെ ഇത് നമ്മുടെ ആര്യയുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അവളൊപ്പം ഡിഗ്രിക്ക് പഠിച്ചവരാണ്. അതൊക്കെ ഇവിടുത്തെ ഡെയിലി വിസിറ്റേഴ്സ് ആയിരുന്നു കേട്ടോ. മുന്നേ നമ്മുടെ ആര്യയുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് ആര്യയുടെ പടങ്ങളൊന്നും ഇങ്ങോട്ട് വരവും കുറഞ്ഞത്. പിന്നെ ഇപ്പോഴങ്ങനെ വിശേഷങ്ങൾ കേട്ടോ. മറ്റേത് ഇടയ്ക്ക് ശനി ഞായറൊക്കെ ഇവിടെ ആരുടെ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ആടുന്നു ഇവിടെ. പക്ഷെ എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇവളുടെ ഫ്രണ്ട്സ് ആടുന്നു കേട്ടോ എപ്പോഴും വീട്ടിലുണ്ടാടുന്നത്. അമ്മയ്ക്കും ഒക്കെ അങ്ങനെ കുറേ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ അവൾക്ക്. ഡിഗ്രിക്കും +2 അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ മെയിൻ ഇവളുടെ ചങ്ക് അമൃതയും കാവ്യക്കാണ് കേട്ടോ. അവർ വന്നിട്ടുണ്ടായിരുന്നില്ലേ, പക്ഷെ ഇവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിഗ്രിക്ക് പഠിച്ച ടീംസ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ അന്ന് ഇവിടെ ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാളുമാണ് കേട്ടോ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതായത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഒരു 2 വളവ് കഴിഞ്ഞാലുള്ള ഒരു വീടാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ എന്താ പറയുക, വീട് എന്താ പ്രത്യേകത വെച്ചാൽ നല്ലൊരു 4 കെട്ട് വീട് പറയില്ല, നടുമുറ്റൊക്കെ ഉള്ളൊരു വീട്, അങ്ങനത്തെ ഒരു വീടാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ എല്ലാവരും ഫോട്ടോസും ഇങ്ങനെ വന്ന് എടുക്കാറൊക്കെ ഉണ്ട്. എടുക്കാറുണ്ട് വെച്ചാൽ ഞങ്ങൾ വന്ന് എടുക്കാറുണ്ട് കേട്ടോ, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ആരുടെ കല്യാണത്തിൻ്റെ ഹൽദിയുടെ ഷൂട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചികിടിനെയും കൊടുത്തിട്ട് കേട്ടോ നിത്താരക്കുട്ടിക്ക് അങ്ങനെ ഒന്നില്ല, ആരെ വിളിച്ചത് അവരുടെ കൂടെ പോവുക, അങ്ങനെയാണ് ആള്. അപ്പോൾ നിത്താരക്കുട്ടി നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നിത്താരക്കുട്ടിയുടെയും കൂടിയും പിറന്നാളാണല്ലോ. അപ്പോൾ അവളെയും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വീനേച്ചി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ തുള്ളി പോണത് വേറെ ഒന്നല്ല കേട്ടോ. എൻ്റെ ഈ സാരിയുടെ വീഡിയോ എടുക്കണമല്ലോ, കാരണം കൊളാബിൻ്റെ അല്ലേ. അപ്പം എൻ്റെയും കുറച്ച് ഷൂട്ടൊക്കെ എടുക്കാച്ചിട്ടാണ് ഞാനും വിൻഷേട്ടനും പോണത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും വിൻഷേട്ടനും അടി കൂടിയിട്ടാ, അത് വേറെ കാര്യം. ഒരടി കൂടിയിട്ടാണ് പിന്നെ ബാക്കി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ചുമ്മാ അത് ഞാൻ എന്നെ തന്നെ കേട്ടോ കുറ്റം പറയുള്ളൂ. ഞാൻ ഒരിക്കലും വിൻഷേട്ടനെ കുറ്റം പറയില്ല. ഞാൻ തന്നെയാണ് എവിടെ ഇങ്ങനെ ഇതാക്കണത്. വിൻഷേട്ടൻ ഒന്നും മിണ്ടില്ല, ഞാനാണ് തല്ലോടുന്ന ആൾ കേട്ടോ വിൻഷേട്ടൻ്റെ അടുത്ത്. അങ്ങനെ വിൻഷേട്ടൻ ഇതേ പിണങ്ങി അപ്പുറത്ത്, വിൻഷേട്ടനല്ല ഞാൻ പിണങ്ങി ഇപ്പുറത്തുനിന്ന് വിൻഷേട്ടൻ അവിടെ നിൽക്കണതാട്ടോ കാണണത്. പിന്നെ ഇതേ ഇവർ പോയിട്ടോ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാതും. നമ്മൾ വലിയ ഓവറായിട്ടല്ല, കുറച്ച് ഇവരുടെ കുറച്ച് നിമിഷങ്ങൾ നമ്മൾ എടുക്കട്ടെ ചെയ്തത്. പിന്നെ ഇവിടെ കുറേ നേരം അവിടെ അങ്ങനെ പറ്റില്ലല്ലോ ഇരുത്താൻ. അപ്പോൾ പെട്ടെന്നൊക്കെ ചെയ്തിട്ട് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ വീഡിയോസ്. അതിനപ്പുറമൊന്നുമില്ല. പിന്നെ പിള്ളേർ സെറ്റുകളിലൊക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനാണ് എല്ലാവരും പടയായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇവിടെ വന്ന് കിടന്നു കേട്ടോ. AC ഇട്ടിട്ട് നേരെ ഇപ്പുറത്തെ റൂമിൽ വന്ന് കിടന്നു. ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ തേജ
തേജപ്പനും ഞാനും മാദ്രസും മിൻഷാനും എല്ലാവരും കൂടി കട്ടിലിൻ്റെ മുകളിൽ ഇതേ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നു. പിന്നെ ഇത് ചിത്രേച്ചി പോവാൻ നോക്കാട്ടോ. ചിത്രേച്ചിക്ക് ഇനിയും നമ്മുടെ ഷൊർണൂർ എത്തണം. അതുകൊണ്ട് ചേച്ചി ഇതേ പോവാൻ നോക്കുകയാണ്. ഞങ്ങളിവിടെ നല്ല ഉറക്കാട്ടോ. അതായത് ഞാൻ ഉറങ്ങണില്ല, ആദർശം മിൻഷാട്ടിനും നല്ല ഉറക്കായി. ഞാനും തേജോ അതിൻ്റെ നടുക്കാട്ട കിടക്കണ്. ഞങ്ങൾ ഇങ്ങനെ നോക്കി കിടക്കണം. അതിൻ്റെ ഇടയ്ക്ക് തേജപ്പനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു വെല്ലിച്ചനാണ് കേട്ടോ. അതായത് എൻ്റെ അമ്മയുടെ രണ്ടാമത്തെ ചേച്ചി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ വെല്ലിച്ച മാത്രമായിട്ടോ വൈകുന്നേരത്തേക്കായിരുന്നു വെല്ലിച്ച വന്നിട്ടുണ്ടായിരുന്നത്. വെല്ലിച്ച അവിടെ കേട്ടോ, നമ്മുടെ ഏരിയയിലാണ്, പട്ടാമ്പി കേട്ടോ, കൊടുമുണ്ടാണ്. അപ്പോൾ അവിടെ നിന്നാട്ടോ വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നു. വെളിച്ചം പിള്ളേരുടെ അടുത്ത് എന്തൊക്കെയോ ചോദ്യങ്ങളൊക്കെ ഇരുന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും കണ്ണൂർട്ടി നിൽക്കുകയാണ്. ആർക്കും അത്ര GK ഇല്ലേ തോന്നുന്നു. ഞങ്ങളെല്ലാവരും എൻ്റെ ആൻസർ എന്താ, അതിൻ്റെ ആൻസർ എന്താ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കാട്ടാ. പിന്നെ എല്ലാവരും ഇതേ ഉമ്മർത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയുന്നത്. നമ്മുടെ ചിത്രേച്ചി ഇറങ്ങിയിട്ടോ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ചിത്രേച്ചിനെ യാത്ര ആക്കണം. ആദർശ് ഇതേ കുറാഞ്ചേരി ഇറക്കി കൊടുക്കും. അപ്പോൾ ചിത്രേച്ചി അവിടെ നിന്ന് പോവൂട്ടാ ബസ്സിൽ. പിന്നെ ചിത്രേച്ചിയുടെ സ്കൂട്ടി അവിടെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ആള് പോവും. നമ്മളെ ആളെ സുരക്ഷിതമായി കൊണ്ടിറക്കി. അതുപോലെ തന്നെ നമ്മുടെ റോജസും പോവാണ് കേട്ടോ. റോജസും ചിത്രേച്ചിയോടൊപ്പം ഉണ്ടാവും ഷൊർണൂർ വരെ. അപ്പോൾ റോജസും കോഴിക്കോട്ടേക്ക്, അത് വയനാട്ടേക്കാണ് ആവട്ടെ, അവനും പോവുകയാണേ. പിന്നെ ഞങ്ങൾ ഇതേ ചായ കുടിക്കായിരുന്നു കേട്ടോ. അവരൊക്കെ ചായ കുടിച്ചിട്ട് പോയത്. പിന്നെ ഞാനും മിൻഷാട്ടിനെ കുടിക്കാണ്ടായിരുന്നു. അപ്പം ഞങ്ങളിത് ഉമ്മർത്തിരുന്ന് ഇങ്ങനെ ചായ കുടിക്കുകയാണ്. ഇവിടെ പിള്ളേർ കളിക്കുന്നുണ്ട്. പിന്നെ അമ്മ എന്തോ മുളക് എന്തൊക്കെ ഉണക്ക അവിടെ സൈഡിൽ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് വെക്കുകയാണ്. തേജുവിന് എന്തോ പറയാണ്ട്. അമ്മ ചോദിക്കാം, തേജുവിന് ആര്യമ്മയ്ക്ക് എന്തുണ്ണിയാവണമെന്ന് ആഗ്രഹം? എന്താ ആണുണ്ണി? ഇത്ര ദിവസം പെണ്ണുണ്ണി നടന്നില്ലേ? ക്രിക്കറ്റ് കളിക്കാൻ എത്ര ആണുണ്ണികളുണ്ട് ഇവിടെ? ഒക്കെ ആണുണ്ണികളല്ലേ വന്നേക്കണ്. പോയി അതല്ല പറയാൻ പറഞ്ഞിട്ട് ഓരോന്നുമായി തോന്നിയത് പറയാ. ഞാൻ പിന്നെ മൊത്തത്തിൽ തുടയ്ക്കാണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവിടെ തന്നെയല്ല ഫുഡ് കഴിക്കലും എല്ലാ പരിപാടി ഇവിടെ ആയതുകൊണ്ട് തന്നെ നല്ല ചളി ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ്റെ ഒരു ബുള്ളറ്റില്ല, അത് നാശമായതുകൊണ്ട് റെഡിയാക്കാൻ കൊടുക്കാൻ പോകുന്നു. അതുകൊണ്ട് പാപ്പയുടെ ബൈക്ക് മതി ഞാൻ പറയാ. എന്നിട്ട് പോയിട്ടോ. എന്നിട്ട് ഇതേ ഞാൻ വേഗം തുടക്കട്ടോ. അപ്പൊ അച്ഛതെ കുളി കഴിഞ്ഞ് വന്ന് അച്ഛതെ വിളക്ക് കൊളുത്താൻ നോക്കാട്ടാ. സമയമായിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവരും പോയിട്ടല്ലോ ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ എല്ലാവരും ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് ക്ലീൻ ആക്കണത്. പിന്നെ നമ്മുടെ ഇവിടെ കലശാണ് കേട്ടോ. നമ്മുടെ തറവാട്ടിൽ കലശാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകണം. മേലൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞിട്ട്. കലശെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോന്ന് എനിക്ക് അറിയില്ല കേട്ടാ. പിന്നെ ഇത് ബാക്കി സാധനങ്ങൾ കൊണ്ടുകൊടുക്കാനായിട്ടോ വിൻഷാട്ടിനും അച്ഛനും ആദർശം കൂടി പോണത്. അതായത് ഫുഡിന്റെ പാത്രങ്ങൾ, പിന്നെ എന്താ പറയുക കസാര, ടേബിളൊക്കെ അത് വേറെ എക്സ്ട്രാ കൊണ്ടുപോയി തോന്നുന്നു. അല്ലാണ്ട് തന്നെ ഫുഡിന്റെ പാത്രങ്ങളൊക്കെ കുറച്ച് ഇറക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കൊണ്ടു കൊടുക്കാനാണ് അച്ഛനും ഇവരൊക്കെ കൂടിയിട്ട് മുണ്ടത്തിക്കോട്ടേക്ക് തോന്നുന്നു. എവിടുന്നാണ് ഫുഡ് പറഞ്ഞത് അവിടെ കൊണ്ടുകൊടുക്കാൻ പോവുകയാണേ. പിന്നെ ഞങ്ങൾ എല്ലാവരും മേലഴുകിയിട്ട് ആദ്യം നമുക്ക് നമ്മുടെ നിത്താരക്കുട്ടിയുടെ അടുത്തേക്ക് പോകണം, പിറന്നാളല്ലേ. അപ്പോൾ അവൾക്കൊന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അത് ഇപ്പോഴും അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദർശ് ഗിഫ്റ്റ് വാങ്ങി. പിന്നെ നമ്മുടെ തേജു അവരുടെ കൂടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇതേ ചെരുപ്പൊക്കെ ഇട്ടിട്ട് പിന്നാലെ ഓടി കയറുന്നുണ്ട്. ആദർശ് ഗിഫ്റ്റ് വാങ്ങി കൊണ്ടുവന്നപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, അയ്യോ നമ്മളൊന്നും വാങ്ങിയില്ലല്ലോ. എന്നിട്ട് ഞാൻ ഡ്രസ്സ് വാങ്ങാനുള്ള നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പൈസ കൊടുത്ത് എന്തെങ്കിലും ഇഷ്ടമുള്ളത് വാങ്ങിക്കോട്ടോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇടയിലൊന്നും കുറേ ക്ലിപ്സ് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ മേലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തേക്ക് തറവാട്ടിൽ കേട്ടോ. തറവാട്ടിൽ കലശം വെച്ചിട്ടുണ്ട്, അവിടേക്ക് പോകാനാട്ടോ. അപ്പം അതിനൊക്കെ മുന്നേ നമ്മളിത് നിത്താരക്കുട്ടിയുടെ അടുത്ത് പോയിട്ട് നിത്താരക്കുട്ടിക്ക് ഒരു കുഞ്ഞി പൈസ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പോന്നോട്ട് എന്തെങ്കിലും വാങ്ങിക്കോ പറഞ്ഞിട്ട്. അപ്പം അതേ പിന്നേച്ച് മിഠായും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആര്യം ആദർശവും തേജൊക്കെ കൂടിയിട്ട് ഫസ്റ്റില് പോയിട്ടാ. തേജു പോയിണ്ടോ? അല്ല, തേജു പോയിട്ടില്ല. തേജു ഞങ്ങളൊക്കെ ഇപ്പോഴാണ് പോകുന്നത്. അവര് മുന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് തേജും പോയിട്ടുണ്ടായിരുന്നു. ശരിയാ, അവര് ഫസ്റ്റിലേ പോയി. ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ കുറച്ച് വൈകിയുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും. അങ്ങനെ നമ്മൾ കലശം ഇവിടെ തറവാട്ടിൻ്റെ എണ്ണേട്ട മുറ്റത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കലശം കൊടുക്കുക കേട്ടോ. അത് മറ്റേ പാപ്പൻ്റെ വീട്ടിലും പിന്നെ ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലത്തെയും കഴിഞ്ഞു. ഇനി ഇവിടെ ഞങ്ങളത് എൻ്റെ അച്ഛൻ്റെ വീടാണ് കേട്ടോ. ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും കൊടുക്കണത് കേട്ടോ. കോഴിക്കലശം എന്നൊക്കെ പറയില്ല അത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് ഇങ്ങനെ പൂജ നടക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. സംസാരിക്കാൻ പാടില്ല എന്ന് പറയും, പക്ഷെ എല്ലാവരും ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആരെയും ഇവരൊക്കെ ഇതേ ഇവിടെ കയറി ഇരുന്നിട്ടുണ്ട്. ഞാനൊക്കെ ഇതേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ എണ്ണത്തിനും വെള്ളത്തിനും പറയാതെ കണ്ട് മാറ്റാനും നീക്കി ശത്രുക്കൾ അലമരിച്ച്
അങ്ങനെ ഇതേ കോഴീനെയൊക്കെ ഇതേ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അത് എല്ലാ വീട്ടിൽ നിന്നും ഓരോ കോഴീനെ അങ്ങനെ പറയൂട്ടോ. അത് എങ്ങനെയാ വെച്ചാൽ നമുക്കറിയില്ല, നമ്മൾ ചെറുപ്പം തൊട്ടേ കാണണതാണ് കേട്ടോ. അമ്പലത്തിൽ കലശും പൂജയും കാര്യങ്ങളൊക്കെ അതാണ്. അത് ഓരോരുത്തരുടെ വിശ്വാസം, അത്ര എനിക്ക് പറയാൻ അറിയുള്ളൂ. അപ്പം ഇതിൽ വിശ്വാസം ഇല്ലാത്തവരുണ്ടായിരിക്കും, ഉള്ളവരും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി വീട്ടിലേക്ക് നമ്മുടെ പട്ടാമ്പിക്ക് പോകാൻ നോക്കുക കേട്ടോ. ഫുഡ് നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഈ കോഴീനെ അറുത്തിട്ട് എല്ലാതും വെച്ചതിന് ശേഷം 11 മണി 12 മണി ആവട്ടോ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ ഇവർ അപ്പുറത്തെ ഇതേ കോഴീനെ നന്നാക്കുക കേട്ടോ. കോഴീനെ അറുത്തതിന് ശേഷം ഇവർ ആദർശും വിഷ്ണുട്ടനും പാപ്പന്മാരും എല്ലാവരും കൂടിയിട്ട് ഇതേ കോഴീനെ അറുത്തോണ്ടിരിക്കുകയാണ്. ഇത് ക്ലീൻ ചെയ്തിട്ട് കറി വെക്കാട്ടോ ചെയ്യുക. അപ്പോൾ ഇതിന് ഒരു പ്രത്യേകത ടേസ്റ്റ് ആട്ടോ. കലശത്തിന് വെക്കണ കോഴിക്കറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രത്യേകത ടേസ്റ്റ് അതിന്. അപ്പോൾ അത് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ പോകുമ്പോൾ അച്ചച്ച അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പോണത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടുന്ന്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ എടുത്തതാ വീഡിയോ. അപ്പോൾ അവിടെ നിന്നൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മളിത് എൻ്റെ വീട്ടിൽ പോകണം കേട്ടോ. വീട്ടിൽ പോയിട്ട് അമ്മ അവിടെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ ആവണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മുടെ പട്ടാമ്പി പോകട്ടാ. എനിക്കാണെങ്കിൽ പരിപാടി മൊത്തം കഴിയാണ്ടല്ലേ നമ്മൾ പോണത്. അതുകൊണ്ട് എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം. കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്നതും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല അവിടെ നിന്നല്ലേ നമ്മൾ പെട്ടെന്ന് പറയണത്. അതുകൊണ്ട് എനിക്ക് ഇന്ന് പോകുമ്പോൾ കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി നല്ല രസമാണ്. അവർ കോഴീനെ എല്ലാവരും കൂടി നന്നാക്കും, എല്ലാവരും കൂടി കറി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ഫാമിലി എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ടൈമാണ്. അവിടെ നിന്നാണ് ഞാൻ പോകുന്നത്. എന്നിട്ട് ഇതേ ഇവിടെ വന്നിരുന്നിട്ട് വേഗം വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അമ്മതേ ബിരിയാണി ഞാൻ ചോറായിട്ട് എടുത്തത്. ചോറും ഉപ്പേരി സാമ്പാറും ചിക്കൻ കറി എടുത്തു. വിൻഷായിട്ട് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ഇവിടുന്ന് വേഗം ഇതേ ചോറുണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇറങ്ങുക കേട്ടോ. വേഗം ഇറങ്ങി. നമ്മുടെ വലിയ കാര്യമായിട്ട് സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിത് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് വിഷമം. അതാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കണത്. ടങ്ങടും ഇങ്ങോട്ടും മുഖം നോക്കിയിട്ട് ഞാനും വിൻഷാട്ടിനും. അമ്മയ്ക്ക് നമ്മളെന്താ വെച്ചാൽ ഇത്ര ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല, യാത്ര അയക്കാനൊന്നും അങ്ങനെ വരണില്ല. അവിടെ കറക്റ്റൻ്റെ അവിടെയൊക്കെ നിന്നിട്ടും ശരി പറഞ്ഞ് നിൽക്കാട്ടാ, മുഖത്തേക്ക് നോക്കണില്ല. അത് ഇത്ര കുറച്ച് നേരം അമ്മയൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് സന്തോഷിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാവും. അങ്ങനെ ഇതേ നമ്മൾ പോവാണ് കേട്ടോ. ഇനി വേഗം ബൈക്കുമ്മയൊക്കെ കയറിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും, അതായത് നമ്മുടെ പട്ടാമ്പിയിലേക്ക് പോകും. നമ്മളിപ്പോൾ പോകുമ്പോൾ ആദർശിൻ്റെ 2 ബൈക്ക് കൂടി ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു വണ്ടി നമ്മൾ കൊണ്ടുപോകണം എന്നുള്ള പ്ലാൻ ആയിരുന്നു. കാരണം വിൻഷാൻ്റെ ബുള്ളറ്റ് ചെറുതായിട്ട് കംപ്ലൈൻറ്റ് ആയിട്ട്, അപ്പോൾ അത് ഫുള്ളായിട്ട് പണിക്കിട്ട് കൊടുക്കാൻ പോകും. അപ്പോൾ വിൻഷാൻ്റെ ജോബിന് പോകുമ്പോൾ എന്തായാലും ആവശ്യമല്ലോ. ഞാനാണെങ്കിൽ ജിമ്മിന് പോകണം, കാരണം സ്കൂട്ടിയുടെ ആവശ്യം എനിക്കുണ്ടല്ലോ. അപ്പോൾ നമുക്കത് നാളെ കൊടുന്നേരാന്ന് പറഞ്ഞു. കാരണം അതിൽ എണ്ണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ അടിച്ചിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് കൊടുന്നേരാന്നാട്ടാ പറഞ്ഞേക്കണത്. അച്ഛന്റെ ബൈക്ക് നാശായോണ്ട് ഞാന് പാപ്പയുടെ ബൈക്ക് വാങ്ങി. എന്നിട്ട് പാപ്പയുടെ ആ ബുള്ളറ്റ് ഞാനിപ്പോ അച്ഛന്റെ കൂടെ ആ കാച്ചന്മാരെ ഓടിച്ചു വന്നു. ഓക്കെ ശരി. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോ ഇവര് പുറത്ത് കളിക്കായിരുന്നു, അതാട്ട് പറയണത്. അപ്പൊ ആദർശ് കഴിഞ്ഞ് ഞാൻ പറയാം സ്മൂത്തായി പോണ്ട്, ബാക്കിൽ സീറ്റ് കുറവാണ്. അതെ ശരി കേട്ടോ. കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആദർശിന്റെ വണ്ടിയുടെ, അതാണ് പറഞ്ഞു വരണത്. അപ്പൊ വണ്ടി നാളെ കൊടുന്നേരും കേട്ടോ. നമുക്ക് രാത്രി നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ കൊടുന്നേരാന്ന് പറഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ അടിച്ചൊന്നും കൂടി റെഡിയാക്കാണ്ട് കുറെ നാൾ ഉപയോഗിക്കാണ്ടിരുന്നില്ല. അപ്പോൾ അതൊക്കെ ശരിയാക്കിയിട്ട് കൊടുന്നേരാൻ പറഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂട്ടിയിൽ തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പരമാവധി ഞാൻ എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ബൈ.